ഹലോ കൂട്ടുകാരെ, ഫിസിക്സിൻ്റെ ഈ 10ാം അധ്യായത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചോദ്യങ്ങൾ ഇവയൊക്കെയാണ്. ഇവ ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം ഡീറ്റെയിൽഡ് ആയിട്ട് ഹൃദയസ്ഥമാക്കാൻ നോക്കാം. അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ: ആധുനിക റഡാർ, മൊബൈൽ ഫോൺ, TV എന്നിവയിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ മൈക്രോ തരംഗങ്ങൾ. മൈക്രോവേവ് ഓവനിൽ ഉപയോഗിക്കുന്ന തരംഗം മൈക്രോ തരംഗങ്ങൾ. ഊർജ്ജവാഹികളായ കണങ്ങൾ ഉൾക്കൊള്ളുന്നതും ബഹിരാകാശത്തു നിന്ന് വരുന്നതുമായ കിരണം കോസ്മിക് കിരണം. കോസ്മിക് കിരണങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ വിക്ടർ ഹെസ്. ഭൗമ അന്തരീക്ഷവുമായി കോസ്മിക് കിരണങ്ങൾ സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ പുറപ്പെടുവിക്കുന്ന ഐസോട്ടോപ്പുകൾ ഏതാണ്? കാർബൺ 14. ഭൗമ അന്തരീക്ഷവുമായി കോസ്മിക് കിരണങ്ങൾ സമ്പർക്കത്തിൽ വരുമ്പോൾ പുറപ്പെടുവിക്കുന്ന ഐസോട്ടോപ്പുകൾ ഏതാണ്? കാർബൺ 14. ഇൻഫ്രാറെഡ് കിരണങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ വില്യം ഹെർഷൽ. ഇൻഫ്രാറെഡ് കിരണങ്ങൾക്ക് ദൃശ്യപ്രകാശത്തേക്കാൾ തരംഗദൈർഘ്യം കൂടുതലാണ്. സൂര്യപ്രകാശത്തിലെ താപകിരണങ്ങൾ എന്നറിയപ്പെടുന്നത് ഇൻഫ്രാറെഡ് കിരണങ്ങൾ. വെയിലിൻ്റെ ചൂടിന് കാരണമാകുന്നത് ഇൻഫ്രാറെഡ് കിരണങ്ങൾ. ചൂടുള്ള വസ്തുക്കളിലെ തന്മാത്രകളുടെ കമ്പന ഫലമായി പുറത്തുവരുന്ന കിരണം ഇൻഫ്രാറെഡ്. വിദൂര വസ്തുക്കളുടെ ഫോട്ടോ എടുക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രകാശകിരണങ്ങൾ ഇൻഫ്രാറെഡ്. ഇൻഫ്രാറെഡ് കിരണങ്ങൾ വിദൂര ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്നതിന് കാരണം വിസരണം കുറവായതിനാൽ. രാത്രികാലങ്ങളിൽ സൈനികർ ഉപയോഗിക്കുന്ന കണ്ണടയിൽ ഉപയോഗിക്കുന്ന കിരണം ഇൻഫ്രാറെഡ്. TV റിമോട്ടിൽ ഉപയോഗിക്കുന്ന കിരണം ഇൻഫ്രാറെഡ്. വ്യക്തമായി വായിക്കാൻ കഴിയാത്ത പഴയ രേഖകൾ വായിക്കാൻ ഉപയോഗിക്കുന്ന കിരണങ്ങൾ ഇൻഫ്രാറെഡ്. ഇൻഫ്രാറെഡ് കിരണങ്ങളെ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ബോലോമീറ്റർ. അൾട്രാവയലറ്റ് കിരണങ്ങൾക്ക് ദൃശ്യപ്രകാശത്തേക്കാൾ തരംഗദൈർഘ്യം കുറവാണ്. സൂര്യാഘാതം ഉണ്ടാവാൻ കാരണം അൾട്രാവയലറ്റ്. കള്ളനോട്ട് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന കിരണം അൾട്രാവയലറ്റ്. സൂര്യനിൽ നിന്നുമുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യുന്ന അന്തരീക്ഷവായുവിലെ പാളി ഓസോൺ പാളി. ട്യൂബ് ലൈറ്റിനുള്ളിലെ പ്രകാശകിരണങ്ങൾ അൾട്രാവയലറ്റ്. ശരീരത്തിൽ അല്ലെങ്കിൽ ത്വക്കിൽ വിറ്റാമിൻ D ഉൽപ്പാദിപ്പിക്കുന്ന പ്രകാശകിരണം അൾട്രാവയലറ്റ്. ത്വക്ക് ക്യാൻസറിന് കാരണമായേക്കാവുന്ന കിരണം അൾട്രാവയലറ്റ്. അമിതമായി കണ്ണിൽ പതിക്കുന്നത് കാരണം കാഴ്ചയെ ബാധിക്കുന്ന കിരണം അൾട്രാവയലറ്റ്. ശസ്ത്രക്രിയ ഉപകരണങ്ങൾ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്നത് അൾട്രാവയലറ്റ്. ജലത്തിലുള്ള സൂക്ഷ്മജീവികളെ നശിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന കിരണം അൾട്രാവയലറ്റ്. ഇനി ഈ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട ഫാക്ട്സ് നമുക്ക് ഹൃദയസ്ഥമാക്കാൻ ശ്രമിക്കാം. ഒന്നാമത്തെ ചോദ്യം: ആധുനിക റഡാർ, മൊബൈൽ ഫോൺ, TV എന്നിവയിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഏത്? ആധുനിക റഡാർ, മൊബൈൽ ഫോൺ, TV എന്നിവയിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഏത്? ശരിയായ ഉത്തരം മൈക്രോ തരംഗങ്ങൾ. ആധുനിക റഡാർ, മൊബൈൽ ഫോൺ, TV എന്നിവയിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ മൈക്രോ തരംഗങ്ങൾ. മൈക്രോ തരംഗങ്ങളുടെ തരംഗദൈർഘ്യം 1 മില്ലിമീറ്റർ മുതൽ 30 സെൻറ്റിമീറ്റർ വരെയാണ്. മൈക്രോ തരംഗങ്ങളുടെ തരംഗദൈർഘ്യം 1 മില്ലിമീറ്റർ മുതൽ 30 സെൻറ്റിമീറ്റർ വരെയാണ്. ആവൃത്തി 300 മെഗാഹെർട്സ് മുതൽ 300 GHz വരെയാണ്. ആധുനിക റഡാർ, മൊബൈൽ ഫോൺ, TV എന്നിവയിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഏത്? മൈക്രോ തരംഗങ്ങൾ. ആധുനിക റഡാർ, മൊബൈൽ ഫോൺ, TV എന്നിവയിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ മൈക്രോ തരംഗങ്ങൾ. മൈക്രോ തരംഗത്തിലെ തരംഗദൈർഘ്യം 1 മില്ലിമീറ്റർ മുതൽ 30 സെൻറ്റിമീറ്റർ വരെയാണ്. മൈക്രോ തരംഗങ്ങളുടെ തരംഗദൈർഘ്യം 1 മില്ലിമീറ്റർ മുതൽ 30 സെൻറ്റിമീറ്റർ വരെയാണ്. മൈക്രോവേവ് തരംഗങ്ങളുടെ ആവൃത്തി 300 മെഗാഹെർട്സ് മുതൽ 300 GHz വരെയാണ്. മൈക്രോ തരംഗങ്ങളുടെ ആവൃത്തി 300 മെഗാഹെർട്സ് മുതൽ 300 GHz വരെയാണ്. മൈക്രോവേവ് തരംഗങ്ങൾ ഉപയോഗിക്കുന്നത് റഡാർ, മൊബൈൽ ഫോൺ, മൈക്രോവേവ് ഓവൻ, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്നിവയെല്ലാം മൈക്രോ തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. റഡാർ, മൊബൈൽ ഫോൺ, മൈക്രോവേവ് ഓവൻ, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്നിവയിലെല്ലാം മൈക്രോ തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നതെന്ന് ഓർമ്മിക്കുക. റഡാർ, മൊബൈൽ ഫോൺ, മൈക്രോവേവ് ഓവൻ, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്നിവയിലെല്ലാം മൈക്രോ തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. മൈക്രോവേവ് ഓവനിൽ ഉപയോഗിക്കുന്ന തരംഗം. ശരിയായ ഉത്തരം മൈക്രോ തരംഗങ്ങൾ. മൈക്രോവേവ് ഓവനിൽ ഉപയോഗിക്കുന്ന തരംഗം മൈക്രോ തരംഗങ്ങൾ. ഇതിന് 2.45 GHz ആവൃത്തി തരംഗമാണ് ഉപയോഗിക്കുന്നത്. ഇതിന് 2.45 GHz ആവൃത്തിയുള്ള തരംഗമാണ് ഉപയോഗിക്കുന്നത്. 2.45 GHz ആവൃത്തിയുള്ള തരംഗമാണ് മൈക്രോവേവിൽ ഉപയോഗിക്കുന്നത്. 2.45 GHz ആവൃത്തിയുള്ള തരംഗമാണ് മൈക്രോവേവിനിൽ ഉപയോഗിക്കുന്നത്. മൈക്രോവേവ് ഓവനിൽ ഉപയോഗിക്കുന്ന തരംഗം മൈക്രോ തരംഗങ്ങൾ. ഊർജ്ജവാഹികളായ കണങ്ങൾ ഉൾക്കൊള്ളുന്നതും ബഹിരാകാശത്തു നിന്ന് വരുന്നതുമായ കിരണം ഏത്? ഊർജ്ജവാഹികളായ കണങ്ങൾ ഉൾക്കൊള്ളുന്നതും ബഹിരാകാശത്തു നിന്ന് വരുന്നതുമായ കിരണം കോസ്മിക് കിരണം. ഊർജ്ജവാഹികളായ കണങ്ങൾ ഉൾക്കൊള്ളുന്നതും ബഹിരാകാശത്തു നിന്ന് വരുന്നതുമായ കിരണം കോസ്മിക് കിരണം. ഊർജ്ജവാഹികളായ കണങ്ങൾ ഉൾക്കൊള്ളുന്നതും ബഹിരാകാശത്തു നിന്ന് വരുന്നതുമായ കിരണം കോസ്മിക് കിരണം. കോസ്മിക് കിരണങ്ങളെ കണ്ടെത്തിയത്
വിക്ടർ ഹെസ് ആണ്. ഇവ പ്രധാനമായും പ്രോട്ടോണുകളും ആറ്റോമിക ന്യൂക്ലിയസുകളും അടങ്ങിയ അത്യധികം ഊർജ്ജമുള്ള കണങ്ങളാണ്. ഇവ പ്രധാനമായും പ്രോട്ടോണുകളും ആറ്റോമിക ന്യൂക്ലിയസുകളും അടങ്ങിയ അത്യധികം ഊർജ്ജമുള്ള കണങ്ങളാണ്. ബഹിരാകാശത്ത് നിന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വരുന്നു. ഊർജ്ജവാഹികളായ കണങ്ങൾ ഉൾക്കൊള്ളുന്നതും ബഹിരാകാശത്ത് നിന്ന് വരുന്നതുമായ കിരണം കോസ്മിക് കിരണം. ഊർജ്ജവാഹികളായ കണങ്ങൾ ഉൾക്കൊള്ളുന്നതും ബഹിരാകാശത്ത് നിന്ന് വരുന്നതുമായ കിരണം കോസ്മിക് കിരണം. കോസ്മിക് കിരണങ്ങളെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ? ശരിയായ ഉത്തരം വിക്ടർ ഹെസ്. കോസ്മിക് കിരണങ്ങളെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ വിക്ടർ ഹെസ്. കോസ്മിക് കിരണങ്ങളെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ വിക്ടർ ഹെസ്. ഓസ്ട്രേലിയൻ ശാസ്ത്രജ്ഞനായ വിക്ടർ ഹെസ് 1912 ബലൂണിൽ പറന്ന് നടത്തിയ പരീക്ഷണത്തിലൂടെയാണ് കോസ്മിക് കിരണങ്ങൾ കണ്ടെത്തിയത്. ഇതിന് 1936 അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചു. കോസ്മിക് കിരണങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ വിക്ടർ ഹെസ് ബലൂണിൽ പറന്ന് നടത്തിയ പരീക്ഷണത്തിലൂടെയാണ് കോസ്മിക് കിരണങ്ങളെ കണ്ടെത്തിയത്. ഇതിന് 1936 അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചു എന്ന് ഓർമ്മിക്കുക. ഭൗമ അന്തരീക്ഷവുമായി കോസ്മിക് കിരണങ്ങൾ സമ്പർക്കത്തിൽ വരുമ്പോൾ പുറപ്പെടുവിക്കുന്ന ഐസോടോപ്പ് ഏത്? ഭൗമ അന്തരീക്ഷവുമായി കോസ്മിക് കിരണങ്ങൾ സമ്പർക്കത്തിൽ വരുമ്പോൾ പുറപ്പെടുവിക്കുന്ന ഐസോടോപ്പ് ഏത്? ശരിയായ ഉത്തരം കാർബൺ 14. ഭൗമ അന്തരീക്ഷവുമായി കോസ്മിക് കിരണങ്ങൾ സമ്പർക്കത്തിൽ വരുമ്പോൾ പുറപ്പെടുവിക്കുന്ന ഐസോടോപ്പ് ഏത്? ഭൗമ അന്തരീക്ഷവുമായി കോസ്മിക് കിരണങ്ങൾ സമ്പർക്കത്തിൽ വരുമ്പോൾ പുറപ്പെടുവിക്കുന്ന ഐസോടോപ്പ് കാർബൺ 14. ഭൗമ അന്തരീക്ഷവുമായി കോസ്മിക് കിരണങ്ങൾ സമ്പർക്കത്തിൽ വരുമ്പോൾ പുറപ്പെടുവിക്കുന്ന ഐസോടോപ്പ് കാർബൺ 14. കോസ്മിക് കിരണങ്ങൾ അന്തരീക്ഷത്തിലെ നൈട്രജനുമായി പ്രവർത്തിച്ച് കാർബൺ 14 ഉണ്ടാക്കുന്നു. കോസ്മിക് കിരണങ്ങൾ അന്തരീക്ഷത്തിലെ നൈട്രജനുമായി പ്രവർത്തിച്ചിട്ടാണ് കാർബൺ 14 ഉണ്ടാക്കുന്നത്. കാർബൺ 14 ഉപയോഗിച്ചാണ് കാർബൺ ഡേറ്റിംഗ് വഴി ഫോസിലുകളുടെയും പുരാവസ്തുക്കളുടെയും പഴക്കം നിർണ്ണയിക്കുന്നത്. കാർബൺ 14 ഉപയോഗിച്ചാണ് കാർബൺ ഡേറ്റിംഗ് വഴി ഫോസിലുകളുടെയും പുരാവസ്തുക്കളുടെയും പഴക്കം നിർണ്ണയിക്കുന്നതെന്ന് ഓർമ്മിക്കുക. ഭൗമാന്തരീക്ഷവുമായി കോസ്മിക് കിരണങ്ങൾ സമ്പർക്കത്തിൽ വരുമ്പോൾ പുറപ്പെടുവിക്കുന്ന ഐസോടോപ്പ് കാർബൺ 14. കോസ്മിക് കിരണങ്ങൾ അന്തരീക്ഷത്തിലെ നൈട്രജനുമായി പ്രവർത്തിച്ച് കാർബൺ 14 ഉണ്ടാകുന്നു. കോസ്മിക് കിരണങ്ങൾ അന്തരീക്ഷത്തിലെ നൈട്രജനുമായി പ്രവർത്തിച്ച് കാർബൺ 14 ഉണ്ടാകുന്നു. ഈ കാർബൺ 14 ഉപയോഗിച്ചാണ് കാർബൺ ഡേറ്റിംഗ് വഴി ഫോസിലുകളുടെ പുരാവസ്തുക്കളുടെയും പഴക്കം നിർണ്ണയിക്കുന്നത്. കാർബൺ 14 ഉപയോഗിച്ചാണ് കാർബൺ ഡേറ്റിംഗ് വഴി ഫോസിലുകളുടെയും പുരാവസ്തുക്കളുടെയും പഴക്കം നിർണ്ണയിക്കുന്നത്. ഓർമ്മിക്കുക. ഇൻഫ്രാറെഡ് കിരണങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ഇൻഫ്രാറെഡ് കിരണങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ വില്യം ഹെർഷൽ. ഇൻഫ്രാറെഡ് കിരണങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ വില്യം ഹെർഷൽ. ഇൻഫ്രാറെഡ് കിരണങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ വില്യം ഹെർഷൽ. 1800 ബ്രിട്ടീഷ് ജ്യോതിശാസ്ത്രജ്ഞനായ വില്യം ഹെർഷൽ ആണ് ഇൻഫ്രാറെഡ് കിരണങ്ങൾ കണ്ടെത്തിയത്. സൂര്യപ്രകാശത്തെ പ്രിസത്തിലൂടെ കടത്തിവിട്ട് നടത്തിയ പരീക്ഷണത്തിലാണ് ഇത് കണ്ടെത്തിയത്. ഇതിനെ ഹീറ്റ് വേവ് എന്നും വിളിക്കുന്നു. ഇൻഫ്രാറെഡ് കിരണത്തെ ഹീറ്റ് വേവ് എന്നും വിളിക്കുന്നു. ഇൻഫ്രാറെഡ് കിരണങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ വില്യം ഹെർഷൽ. ഇൻഫ്രാറെഡ് കിരണങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ വില്യം ഹെർഷൽ. 1800 ബ്രിട്ടീഷ് ജ്യോതിശാസ്ത്രജ്ഞനായ വില്യം ഹെർഷലാണ് ഇൻഫ്രാറെഡ് കിരണങ്ങൾ കണ്ടെത്തിയത്. സൂര്യപ്രകാശത്തെ പ്രിസത്തിലൂടെ കടത്തിവിട്ട് നടത്തിയ പരീക്ഷണത്തിലാണ് ഇത് കണ്ടെത്തിയത്. ഇൻഫ്രാറെഡ് കിരണങ്ങളെ ഹീറ്റ് വേവ് എന്നും വിളിക്കുന്നു. ഇൻഫ്രാറെഡ് കിരണങ്ങളെ ഹീറ്റ് വേവ് എന്നും വിളിക്കുന്നു. ഇൻഫ്രാറെഡ് കിരണങ്ങൾ കണ്ടെത്തിയത് വില്യം ഹെർഷൽ ആണെന്ന് ഓർമ്മിക്കുക. ഇൻഫ്രാറെഡ് കിരണങ്ങൾ കണ്ടെത്തിയത് വില്യം ഹെർഷൽ ആണെന്ന് ഓർമ്മിക്കുക. താഴെ പറയുന്നവയിൽ തരംഗദൈർഘ്യം കൂടുതലുള്ളത് ഏത്? താഴെ പറയുന്നവയിൽ തരംഗദൈർഘ്യം കൂടുതലുള്ളത് ഏത്? ഇൻഫ്രാറെഡ് കിരണങ്ങൾ. താഴെ പറയുന്നവയിൽ തരംഗദൈർഘ്യം കൂടുതലുള്ളത് ഇൻഫ്രാറെഡ് കിരണങ്ങൾ ആണ്. താഴെ പറയുന്നവയിൽ തരംഗദൈർഘ്യം കൂടുതലുള്ളത് ഇൻഫ്രാറെഡ് കിരണങ്ങൾ ആണ്. താഴെ പറയുന്നവയിൽ തരംഗദൈർഘ്യം കൂടുതലുള്ളത് ഏത്? ദൃശ്യപ്രകാശം, ഇൻഫ്രാറെഡ് കിരണങ്ങൾ, അൾട്രാവയലറ്റ് കിരണങ്ങൾ, എക്സ്റേ. ഇവയിൽ ഇൻഫ്രാറെഡ് കിരണത്തിനാണ് തരംഗദൈർഘ്യം കൂടുതലുള്ളത്. സൂര്യപ്രകാശത്തിലെ താപകിരണങ്ങൾ എന്നറിയപ്പെടുന്നത്? സൂര്യപ്രകാശത്തിലെ താപകിരണങ്ങൾ എന്നറിയപ്പെടുന്നത് ഇൻഫ്രാറെഡ് കിരണങ്ങൾ. സൂര്യപ്രകാശത്തിലെ താപകിരണങ്ങൾ എന്നറിയപ്പെടുന്നത് ഇൻഫ്രാറെഡ് കിരണങ്ങൾ. സൂര്യപ്രകാശത്തിലെ താപകിരണങ്ങൾ എന്നറിയപ്പെടുന്നത് ഇൻഫ്രാറെഡ് കിരണങ്ങൾ. ഇൻഫ്രാറെഡ് കിരണങ്ങൾക്ക് ചൂട് കൂടുതലായതിനാലാണ് താപകിരണങ്ങൾ എന്ന് പറയുന്നത്. ഈ ചോദ്യം വന്നാൽ അധികാളും അൾട്രാവയലറ്റ് കിരണങ്ങൾ എന്നാണ് എഴുതുക. പക്ഷേ ഉത്തരം ഇൻഫ്രാറെഡ് കിരണങ്ങളാണ്. സൂര്യപ്രകാശത്തിലെ താപകിരണങ്ങൾ ചൂട് കൂടുതലായതുകൊണ്ട് താപകിരണങ്ങൾ ഇൻഫ്രാറെഡ് കിരണങ്ങൾ ആണെന്ന് ഓർത്തു വെക്കുക. വെയിലിൻ്റെ ചൂടിന് കാരണമാകുന്നത് ഏത് കിരണങ്ങൾ? വെയിലിൻ്റെ ചൂടിന് കാരണമാകുന്നത് ഏത് കിരണങ്ങൾ?
ശരിയായ ഉത്തരം ഇൻഫ്രാറെഡ് കിരണങ്ങൾ. വെയിലിൻ്റെ ചൂടിന് കാരണമാകുന്നത് ഏത് കിരണങ്ങൾ? ഇൻഫ്രാറെഡ് കിരണങ്ങൾ. അൾട്രാവയലറ്റ് കിരണങ്ങൾ അല്ല, ഇൻഫ്രാറെഡ് കിരണങ്ങൾ ആണെന്ന് ഓർമ്മിക്കുക. വെയിലിൻ്റെ ചൂടിന് കാരണമാകുന്നത് അൾട്രാവയലറ്റ് കിരണങ്ങളല്ല, ഇൻഫ്രാറെഡ് കിരണങ്ങൾ ആണെന്ന് ഓർമ്മിക്കുക. വെയിലിൻ്റെ ചൂടിന് കാരണമാകുന്നത് ഏത് കിരണങ്ങൾ? ഇൻഫ്രാറെഡ് കിരണങ്ങൾ. ചൂടുള്ള വസ്തുക്കളിലെ തന്മാത്രകളുടെ കമ്പന ഫലമായി പുറത്തുവരുന്ന കിരണം ഏത്? ചൂടുള്ള വസ്തുക്കളിലെ തന്മാത്രകളുടെ കമ്പന ഫലമായി പുറത്തുവരുന്ന കിരണം ഏത്? ശരിയായ ഉത്തരം ഇൻഫ്രാറെഡ്. ചൂടുള്ള വസ്തുക്കളിലെ തന്മാത്രകളുടെ കമ്പന ഫലമായി പുറത്തുവരുന്ന കിരണം ഇൻഫ്രാറെഡ്. ചൂടുള്ള വസ്തുക്കളിലെ തന്മാത്രകളുടെ കമ്പന ഫലമായി പുറത്തുവരുന്ന കിരണം ഇൻഫ്രാറെഡ്. എല്ലാ ചൂടുള്ള വസ്തുക്കളും ഇൻഫ്രാറെഡ് കിരണം പുറപ്പെടുവിക്കുന്നു. എല്ലാ ചൂടുള്ള വസ്തുക്കളും ഇൻഫ്രാറെഡ് കിരണങ്ങൾ പുറപ്പെടുവിക്കുന്നു. മനുഷ്യ ശരീരവും ഇൻഫ്രാറെഡ് പുറപ്പെടുവിക്കുന്നുണ്ട്. അതുകൊണ്ട് തെർമൽ ക്യാമറ, നൈറ്റ് വിഷൻ ക്യാമറ ഇരുട്ടിലും മനുഷ്യനെ കാണാൻ കഴിയും. അതുകൊണ്ടാണ് തെർമൽ ക്യാമറ, നൈറ്റ് വിഷൻ ക്യാമറയിൽ ഇരുട്ടിലും മനുഷ്യനെ കാണാൻ കഴിയുന്നത്. വിദൂര വസ്തുക്കളുടെ ഫോട്ടോ എടുക്കുന്നതിന് മൂടൽമഞ്ഞിലും പുകയിലും കൂടി ഉപയോഗിക്കുന്ന കിരണങ്ങൾ ഏത്? വിദൂര വസ്തുക്കളുടെ ഫോട്ടോ എടുക്കുന്നത്, അത് മൂടൽമഞ്ഞായാലും പുകയായാലും ഉപയോഗിക്കുന്ന കിരണങ്ങൾ. ശരിയായ ഉത്തരം ഇൻഫ്രാറെഡ് കിരണങ്ങൾ. വിദൂര വസ്തുക്കളുടെ ഫോട്ടോ എടുക്കുന്നതിന്, അത് മൂടൽമഞ്ഞിലായാലും പുകയിലായാലും ഉപയോഗിക്കുന്ന കിരണങ്ങൾ. വിദൂര വസ്തുക്കളുടെ ഫോട്ടോ എടുക്കുന്നതിന് ഉപയോഗിക്കുന്ന കിരണങ്ങൾ ഇൻഫ്രാറെഡ് കിരണങ്ങൾ. വിദൂര വസ്തുക്കളുടെ ഫോട്ടോ എടുക്കുന്നതിന് ഉപയോഗിക്കുന്ന കിരണങ്ങൾ ഇൻഫ്രാറെഡ് കിരണങ്ങൾ. ഇൻഫ്രാറെഡിന് തരംഗദൈർഘ്യം കൂടുതലായതിനാൽ മൂടൽമഞ്ഞ്, പുക, മേഘം എന്നിവയിലൂടെ ചിതറിപ്പോകാതെ കടന്നുപോകും. ഇൻഫ്രാറെഡിന് തരംഗദൈർഘ്യം കൂടുതലായതിനാൽ മൂടൽമഞ്ഞ്, പുക, മേഘം എന്നിവയിലൂടെ ചിതറിപ്പോകാതെ കടന്നുപോകും. അതുകൊണ്ട് വിദൂര ഫോട്ടോഗ്രാഫി സൈനിക ആവശ്യങ്ങൾക്ക് ഉപഗ്രഹ ചിത്രങ്ങൾ എടുക്കാൻ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് വിദൂര ഫോട്ടോഗ്രാഫി സൈനിക ആവശ്യങ്ങൾക്ക് ഉപഗ്രഹ ചിത്രങ്ങൾ എടുക്കാൻ ഉപയോഗിക്കുന്നു. ഇൻഫ്രാറെഡ് കിരണങ്ങൾ വിദൂര ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്നതിന് കാരണം. ഇൻഫ്രാറെഡ് കിരണങ്ങൾ വിദൂര ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്നതിന് കാരണം. ശരിയായ ഉത്തരം വിസരണം, സ്കാറ്ററിംഗ് കുറവായതിനാൽ. വിസരണം കുറവായതിനാൽ. ഇൻഫ്രാറെഡ് കിരണങ്ങൾ വിദൂര ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്നതിന് കാരണം വിസരണം അല്ലെങ്കിൽ സ്കാറ്ററിംഗ് കുറവായതിനാൽ. ഇൻഫ്രാറെഡ് കിരണങ്ങൾ വിദൂര ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്നതിന് കാരണം വിസരണം കുറവായതിനാൽ അല്ലെങ്കിൽ സ്കാറ്ററിംഗ് കുറവായതിനാൽ. ഇൻഫ്രാറെഡ് കിരണങ്ങൾ വിദൂര ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്നത് വിസരണം കുറവായതിനാൽ അല്ലെങ്കിൽ സ്കാറ്ററിംഗ് കുറവായതിനാൽ. റെയ്ലി വിസരണ നിയമം അനുസരിച്ച് വിസരണം തരംഗദൈർഘ്യത്തിൻ്റെ 4-ാം ഘാതത്തിന് വിപരീതാനുപാതത്തിലാണ്. റെയ്ലി വിസരണ നിയമം അനുസരിച്ച് വിസരണം തരംഗദൈർഘ്യത്തിൻ്റെ 4-ാം ഘാതത്തിന് വിപരീതാനുപാതത്തിലാണ്. തരംഗദൈർഘ്യം കൂടുന്തോറും വിസരണം കുറയും. തരംഗദൈർഘ്യം കൂടുന്തോറും വിസരണം കുറയും. റെയ്ലി വിസരണ നിയമം അനുസരിച്ച് വിസരണം തരംഗദൈർഘ്യത്തിൻ്റെ 4-ാം ഘാതത്തിന് വിപരീതാനുപാതത്തിലാണ്. തരംഗദൈർഘ്യം കൂടുന്തോറും വിസരണം കുറയും എന്ന് ഓർമ്മിക്കുക. രാത്രികാലങ്ങളിൽ സൈനികർ ഉപയോഗിക്കുന്ന നൈറ്റ് വിഷൻ കണ്ണടയിൽ ഉപയോഗിക്കുന്ന കിരണം. രാത്രികാലങ്ങളിൽ സൈനികർ ഉപയോഗിക്കുന്ന നൈറ്റ് വിഷൻ കണ്ണടയിൽ ഉപയോഗിക്കുന്ന കിരണം. രാത്രികാലങ്ങളിൽ സൈനികർ ഉപയോഗിക്കുന്ന നൈറ്റ് വിഷൻ കണ്ണടയിൽ ഉപയോഗിക്കുന്ന കിരണം. ശരിയായ ഉത്തരം ഇൻഫ്രാറെഡ്. രാത്രികാലങ്ങളിൽ സൈനികർ ഉപയോഗിക്കുന്ന നൈറ്റ് വിഷൻ കണ്ണടയിൽ ഉപയോഗിക്കുന്ന കിരണം ഇൻഫ്രാറെഡ്. നൈറ്റ് വിഷൻ ഗ്ലാസ് ഈ ഇൻഫ്രാറെഡ് കിരണങ്ങളെ പിടിച്ചെടുത്ത് ദൃശ്യമാക്കുന്നു. ഇതിനെ തെർമോഗ്രാഫി എന്നും പറയുന്നു. നൈറ്റ് വിഷൻ ഗ്ലാസ് ഈ ഇൻഫ്രാറെഡ് കിരണങ്ങളെ പിടിച്ചെടുത്ത് ദൃശ്യമാക്കുന്നു. ഇതിനെ തെർമോഗ്രാഫി എന്നും പറയുന്നു. രാത്രികാലങ്ങളിൽ സൈനികർ ഉപയോഗിക്കുന്ന നൈറ്റ് വിഷൻ കണ്ണടയിൽ ഉപയോഗിക്കുന്നത് ഇൻഫ്രാറെഡ് കിരണമാണ്. നൈറ്റ് വിഷൻ ഗ്ലാസ് ഈ ഇൻഫ്രാറെഡ് കിരണങ്ങളെ പിടിച്ചെടുത്ത് ദൃശ്യമാക്കുന്നു. ഇതിനെ തെർമോഗ്രാഫി എന്നും പറയുന്നു. ടി വി റിമോട്ടിൽ ഉപയോഗിക്കുന്ന കിരണം ഇൻഫ്രാറെഡ്. ടി വി റിമോട്ട്, AC റിമോട്ട്, ഓപ്റ്റിക്കൽ ഫൈബർ, കമ്മ്യൂണിക്കേഷൻ ഇവയിലെല്ലാം ഇൻഫ്രാറെഡ് ആണ് ഉപയോഗിക്കുന്നത്. ടി വി റിമോട്ട്, AC റിമോട്ട്, ഓപ്റ്റിക്കൽ ഫൈബർ, കമ്മ്യൂണിക്കേഷൻ എന്നിവയിലെല്ലാം ഇൻഫ്രാറെഡ് ആണ് ഉപയോഗിക്കുന്നത്. ഇൻഫ്രാറെഡിൻ്റെ കൃത്യമായ പരിധി ഏകദേശം 5 മീറ്റർ വരെയാണ്. ഇൻഫ്രാറെഡിൻ്റെ കൃത്യമായ പരിധി ഏകദേശം 5 മീറ്റർ വരെയാണ്. വ്യക്തമായി വായിക്കാൻ കഴിയാത്ത പഴയ രേഖകൾ വായിക്കാൻ ഉപയോഗിക്കുന്ന കിരണങ്ങൾ. വ്യക്തമായി വായിക്കാൻ കഴിയാത്ത പഴയ രേഖകൾ വായിക്കാൻ ഉപയോഗിക്കുന്ന കിരണങ്ങൾ ഇൻഫ്രാറെഡ് കിരണമാണ്. വ്യക്തമായി വായിക്കാൻ കഴിയാത്ത പഴയ രേഖകൾ വായിക്കാൻ ഉപയോഗിക്കുന്ന കിരണങ്ങൾ ഇൻഫ്രാറെഡ് ആണ്. പഴയ മങ്ങിയ രേഖകളിലെ മഷി ഇൻഫ്രാറെഡ് കിരണങ്ങളെ ആഗിരണം ചെയ്യുന്നതിനാൽ അക്ഷരങ്ങൾ തെളിഞ്ഞു കാണാം. ഇതിനെ ഇൻഫ്രാറെഡ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നു. കുറ്റാന്വേഷണത്തിനും ഇത് ഉപയോഗിക്കുന്നു. ഫോറൻസിക് സയൻസ് അതിലും ഉപയോഗിക്കുന്നു.
പഴയ മങ്ങിയ രേഖകളിലെ മഷി ഇൻഫ്രാറെഡ് കിരണങ്ങളെ ആഗിരണം ചെയ്യുന്നതിനാൽ അക്ഷരങ്ങൾ തെളിഞ്ഞു കാണാം. ഇതിനെ ഇൻഫ്രാറെഡ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നു. കുറ്റാന്വേഷണത്തിലും ഇത് ഉപയോഗിക്കുന്നു. ഇൻഫ്രാറെഡ് വികിരണങ്ങളെ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഇൻഫ്രാറെഡ് വികിരണങ്ങളെ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ബോലോമീറ്റർ ആണ്. ഇൻഫ്രാറെഡ് വികിരണങ്ങളെ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ബോലോമീറ്റർ ആണ്. ഇൻഫ്രാറെഡ് വികിരണങ്ങളെ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ബോലോമീറ്റർ ആണ്. ബോലോമീറ്റർ കണ്ടുപിടിച്ചത് സാമുവൽ പിയർപോണ്ട് ലാംഗ്ലി ആണ്. ബോലോമീറ്റർ കണ്ടുപിടിച്ചത് സാമുവൽ പിയർപോണ്ട് ലാംഗ്ലി ആണ്. ഇൻഫ്രാറെഡ് വികിരണങ്ങളെ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ബോലോമീറ്റർ ആണ്. ഇൻഫ്രാറെഡ് വികിരണങ്ങളെ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ബോലോമീറ്റർ ആണ്. ബോലോമീറ്റർ കണ്ടുപിടിച്ചത് സാമുവൽ പിയർപോണ്ട് ലാംഗ്ലി ആണ്. സാമുവൽ പിയർപോണ്ട് ലാംഗ്ലി ആണ്. ഇൻഫ്രാറെഡ് വികിരണങ്ങളെ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഇൻഫ്രാറെഡ് വികിരണങ്ങൾ എവിടെയുണ്ടെന്ന് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബോലോമീറ്റർ. ബോലോമീറ്റർ കണ്ടുപിടിച്ചത് സാമുവൽ പിയർപോണ്ട് ലാംഗ്ലി ആണെന്ന് ഓർമ്മിക്കുക. താഴെ പറയുന്നവയിൽ തരംഗദൈർഘ്യം കുറവുള്ളത് ഏത്? താഴെ പറയുന്നവയിൽ തരംഗദൈർഘ്യം കുറവുള്ളത് ഏത്? ദൃശ്യപ്രകാശം, അൾട്രാവയലറ്റ് കിരണങ്ങൾ, ഇൻഫ്രാറെഡ് കിരണങ്ങൾ, മൈക്രോവേവ്. താഴെ പറയുന്നവയിൽ തരംഗദൈർഘ്യം കുറവുള്ളത് ഏത്? ദൃശ്യപ്രകാശം, അൾട്രാവയലറ്റ് കിരണങ്ങൾ, ഇൻഫ്രാറെഡ് കിരണങ്ങൾ, മൈക്രോവേവ്. അൾട്രാവയലറ്റ് കിരണങ്ങൾ. താഴെ പറയുന്നവയിൽ തരംഗദൈർഘ്യം കുറവുള്ളത് അൾട്രാവയലറ്റ് കിരണങ്ങളാണ്. താഴെ പറയുന്നവയിൽ തരംഗദൈർഘ്യം കുറവുള്ളത് അൾട്രാവയലറ്റ് കിരണങ്ങളാണ്. അൾട്രാവയലറ്റിന് ദൃശ്യപ്രകാശത്തേക്കാൾ തരംഗദൈർഘ്യം കുറവും ആവൃത്തി കൂടുതലും ഊർജ്ജം കൂടുതലുമാണ്. അൾട്രാവയലറ്റിന് ദൃശ്യപ്രകാശത്തേക്കാൾ തരംഗദൈർഘ്യം കുറവും ആവൃത്തി കൂടുതലും ഊർജ്ജം കൂടുതലുമാണ്. അൾട്രാവയലറ്റിന് ദൃശ്യപ്രകാശത്തേക്കാൾ തരംഗദൈർഘ്യം കുറവും ആവൃത്തി കൂടുതലും ഊർജ്ജം കൂടുതലുമാണ്. അൾട്രാവയലറ്റിന് ദൃശ്യപ്രകാശത്തേക്കാൾ തരംഗദൈർഘ്യം കുറവും ആവൃത്തി കൂടുതലും ഊർജ്ജം കൂടുതലുമാണെന്ന് ഓർമ്മിക്കുക. സൂര്യാഘാതം, സൺബേൺ ഉണ്ടാവാൻ കാരണമാകുന്ന കിരണം. സൂര്യാഘാതം അല്ലെങ്കിൽ സൺബേൺ ഉണ്ടാവാൻ കാരണമാകുന്ന കിരണം. സൂര്യാഘാതം അല്ലെങ്കിൽ സൺബേൺ ഉണ്ടാവാൻ കാരണമാകുന്ന കിരണം അൾട്രാവയലറ്റ് ആണ്. സൂര്യാഘാതം അല്ലെങ്കിൽ സൺബേൺ ഉണ്ടാവാൻ കാരണമാകുന്ന കിരണം അൾട്രാവയലറ്റ് ആണ്. അൾട്രാവയലറ്റ് ബി, UVB ആണ് സൂര്യാഘാതത്തിനും ത്വക്ക് ക്യാൻസറിനും കാരണം. UVB അല്ലെങ്കിൽ അൾട്രാവയലറ്റ് ബി ആണ് സൂര്യാഘാതത്തിനും ത്വക്ക് ക്യാൻസറിനും പ്രധാന കാരണം. UVB അൾട്രാവയലറ്റ് ബി ആണ് സൂര്യാഘാതത്തിനും ത്വക്ക് ക്യാൻസറിനും പ്രധാന കാരണം. സൂര്യാഘാതം ഉണ്ടാകാൻ കാരണമാകുന്ന കിരണം അൾട്രാവയലറ്റ്. സൂര്യാഘാതം ഉണ്ടാവാൻ കാരണമാകുന്ന കിരണം അൾട്രാവയലറ്റ് ആണെന്ന് ഓർമ്മിക്കുക. കള്ളനോട്ട് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന കിരണം. കള്ളനോട്ട് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന കിരണം അൾട്രാവയലറ്റ് ആണ്. കള്ളനോട്ട് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന കിരണം അൾട്രാവയലറ്റ് ആണ്. കള്ളനോട്ട് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന കിരണം അൾട്രാവയലറ്റ് ആണെന്ന് ഓർമ്മിക്കുക. കള്ളനോട്ട് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന കിരണം അൾട്രാവയലറ്റ് ആണ്. സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യുന്ന അന്തരീക്ഷപ്പാളി. സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യുന്ന അന്തരീക്ഷപ്പാളി ഓസോൺ പാളി ആണ്. സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യുന്ന അന്തരീക്ഷപ്പാളി ഓസോൺ പാളിയാണ്. സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യുന്ന അന്തരീക്ഷപ്പാളി ഓസോൺ പാളി ആണ്. സൂര്യനിൽ നിന്നുള്ള അന്തരീക്ഷ കിരണങ്ങളെ ആഗിരണം ചെയ്യുന്ന അന്തരീക്ഷപ്പാളി ഓസോൺ പാളി ആണ്. ഓസോൺ പാളി സ്ട്രാറ്റോസ്ഫിയറിലാണ് സ്ഥിതി ചെയ്യുന്നത്. O3 ആണ് ഓസോൺ. O3 ആണ് ഓസോൺ. ഓസോൺ പാളി സ്ട്രാറ്റോസ്ഫിയറിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്. ഓസോൺ പാളി സ്ട്രാറ്റോസ്ഫിയറിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്. O3 ആണ് ഓസോൺ. സൂര്യനിൽ നിന്ന് അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യുന്ന അന്തരീക്ഷപ്പാളിയാണ് ഓസോൺ പാളി. സൂര്യനിൽ നിന്ന് അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യുന്ന അന്തരീക്ഷപ്പാളി ഏതെന്ന് ചോദിച്ചാൽ ഓസോൺ പാളി. ഓസോൺ പാളി സ്ട്രാറ്റോസ്ഫിയറിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്. ഓസോൺ പാളി സ്ട്രാറ്റോസ്ഫിയറിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്. O3 ആണ് ഓസോൺ. O3 ആണ് ഓസോൺ. ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന വാതകം ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ്. ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന വാതകം CFC അല്ലെങ്കിൽ ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ്. ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന വാതകം CFC അല്ലെങ്കിൽ ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ്. ഓസോൺ ദിനം സെപ്റ്റംബർ 16 ആണ്. ഓസോൺ ദിനം സെപ്റ്റംബർ 16 ആണ്. ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന വാതകം CFC അല്ലെങ്കിൽ ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ്. ഓസോൺ ദിനം സെപ്റ്റംബർ 16 ആണ്. ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന വാതകം CFC അല്ലെങ്കിൽ ക്ലോറോ ഫ്ലൂറോ കാർബൺ. ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ് ഓസോൺ പാളിയെ നശിപ്പിക്കുന്നത്. ഓസോൺ ദിനം സെപ്റ്റംബർ 16 ആണ്. ഓസോൺ ദിനം സെപ്റ്റംബർ 16 ആണെന്ന് ഓർത്തു വെക്കുക. ട്യൂബ് ലൈറ്റിനുള്ളിലെ പ്രകാശകിരണങ്ങൾ. ട്യൂബ് ലൈറ്റിനുള്ളിലെ പ്രകാശകിരണങ്ങൾ അൾട്രാവയലറ്റ് ആണ്. ട്യൂബ് ലൈറ്റിനുള്ളിലെ പ്രകാശകിരണങ്ങൾ അൾട്രാവയലറ്റ് ആണെന്ന് ഓർമ്മിക്കുക. ട്യൂബ് ലൈറ്റിനുള്ളിലെ പ്രകാശകിരണങ്ങൾ അൾട്രാവയലറ്റ് ആണ്. ട്യൂബ് ലൈറ്റിനുള്ളിലെ പ്രകാശകിരണങ്ങൾ അൾട്രാവയലറ്റ് ആണെന്ന് ഓർമ്മിക്കുക. ട്യൂബ് ലൈറ്റിനുള്ളിലെ പ്രകാശകിരണങ്ങൾ അൾട്രാവയലറ്റ് ആണെന്ന് ഓർമ്മിക്കുക.
ശരീരത്തിൽ അല്ലെങ്കിൽ ത്വക്കിൽ വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്ന കിരണം. ശരീരത്തിൽ അല്ലെങ്കിൽ ത്വക്കിൽ വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്ന കിരണം. ശരീരത്തിൽ അല്ലെങ്കിൽ ത്വക്കിൽ വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്ന കിരണമാണ് അൾട്രാവയലറ്റ്. ശരീരത്തിൽ അല്ലെങ്കിൽ ത്വക്കിൽ വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്ന കിരണം അൾട്രാവയലറ്റ്. സൂര്യനിൽ നിന്നുള്ള UVB കിരണങ്ങൾ ത്വക്കിലെ കൊളസ്ട്രോളിനെ വിറ്റാമിൻ ഡി ആക്കി മാറ്റുന്നു. സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് ബി കിരണങ്ങൾ ത്വക്കിലെ കൊളസ്ട്രോളിനെ വിറ്റാമിൻ ഡി ആക്കി മാറ്റുന്നു. സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് ബി കിരണങ്ങൾ ത്വക്കിലെ കൊളസ്ട്രോളിനെ വിറ്റാമിൻ ഡി ആക്കി മാറ്റുന്നു. ത്വക്കിലെ കൊളസ്ട്രോളിനെ വിറ്റാമിൻ ഡി ആക്കി മാറ്റുന്നു. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം റിക്കറ്റ്സ് കുട്ടികളിൽ, ഓസ്റ്റിയോമലേഷ്യ മുതിർന്നവരിൽ. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം റിക്കറ്റ്സ് കുട്ടികളിൽ, ഓസ്റ്റിയോമലേഷ്യ മുതിർന്നവരിൽ. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം റിക്കറ്റ്സ് കുട്ടികളിൽ, ഓസ്റ്റിയോമലേഷ്യ മുതിർന്നവരിൽ ആണെന്ന് ഓർമ്മിക്കുക. ത്വക്ക് ക്യാൻസറിന് കാരണമായേക്കാവുന്ന കിരണം അൾട്രാവയലറ്റ്. ത്വക്ക് ക്യാൻസറിന് കാരണമായേക്കാവുന്ന കിരണം അൾട്രാവയലറ്റ്. അമിതമായി കണ്ണിൽ പതിക്കുന്നത് കാരണം കാഴ്ചയെ ബാധിക്കുന്ന കിരണം. അമിതമായി കണ്ണിൽ പതിക്കുന്നത് കാരണം കാഴ്ചയെ ബാധിക്കുന്ന കിരണം അൾട്രാവയലറ്റ്. അമിതമായി കണ്ണിൽ പതിക്കുന്നത് കാരണം കാഴ്ചയെ ബാധിക്കുന്ന കിരണം അൾട്രാവയലറ്റ്. UV കിരണങ്ങൾ അൾട്രാവയലറ്റ് കിരണങ്ങൾ അമിതമായി കണ്ണിൽ പതിച്ചാൽ ഫോട്ടോ കെരാറ്റിറ്റിസ് എന്ന അവസ്ഥ ഉണ്ടാകുന്നു. അൾട്രാവയലറ്റ് കിരണങ്ങൾ അമിതമായി കണ്ണിൽ പതിച്ചാൽ ഫോട്ടോ കെരാറ്റിറ്റിസ് എന്ന അവസ്ഥ ഉണ്ടാകുന്നു. അൾട്രാവയലറ്റ് കിരണങ്ങൾ അമിതമായി കണ്ണിൽ പതിച്ചാൽ ഫോട്ടോ കെരാറ്റിറ്റിസ് എന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഇതിനെ സ്നോ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നു. അൾട്രാവയലറ്റ് കിരണങ്ങൾ അമിതമായി കണ്ണിൽ പതിച്ചാൽ ഫോട്ടോ കെരാറ്റിറ്റിസ് എന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഇതിനെ സ്നോ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നു. ദീർഘകാലം അൾട്രാവയലറ്റ് കിരണങ്ങൾ ഏൽക്കുന്നത് തിമിരം അല്ലെങ്കിൽ കാറ്ററാക്ട് ഉണ്ടാക്കാൻ കാരണമാകുന്നു. ദീർഘകാലം അൾട്രാവയലറ്റ് കിരണങ്ങൾ കണ്ണിലേൽക്കുന്നത് തിമിരം അല്ലെങ്കിൽ കാറ്ററാക്ട് ഉണ്ടാക്കാൻ കാരണമാകുന്നു എന്ന് ഓർമ്മിക്കുക. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്നത് PSCക്ക് ആണെങ്കിൽ അൾട്രാവയലറ്റ് ആണ് ഉത്തരം. PSCക്കാണ് ശാസ്ത്രീയമായി അൾട്രാവയലറ്റ് ആണ് ഉത്തരം. പക്ഷേ സ്കേർട്ടിന് ഗാമ കിരണമാണ് ഉത്തരം എന്ന് ഓർമ്മിക്കുക. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്നത് PSCക്ക് ചോദിക്കുമ്പോൾ അൾട്രാവയലറ്റ് കിരണവും സ്കേർട്ടിനെ ചോദിക്കുമ്പോൾ ഗാമ കിരണവുമായി മാറുന്നു. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്നത് PSCക്ക് അൾട്രാവയലറ്റ്, സ്കേർട്ടിന് ഗാമ കിരണം. ഓർമ്മിക്കുക. ജലത്തിലുള്ള സൂക്ഷ്മജീവികളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കിരണം അൾട്രാവയലറ്റ്. ജലത്തിലുള്ള സൂക്ഷ്മജീവികളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കിരണം അൾട്രാവയലറ്റ്. ഈ ചോദ്യങ്ങൾ ആവർത്തിച്ച് കേട്ട് പഠിക്കുക. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് വീണ്ടും ആവശ്യമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.